പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല. അതിൻ്റെ ഇടയിൽ കൂടെ പറയാം. പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല. പെണ്ണെട്ടേണ്ടത് എങ്ങനെ? പെണ്ണെട്ടേണ്ടത് സമയമാവുമ്പോൾ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിയാൽ മതി, അത് വേറെ കാര്യം. ഇഷ്ടമില്ലാത്തത് കെട്ടുമൊന്നും വേണ്ട. പക്ഷെ കണ്ടെത്തുന്നത് മാതാപിതാക്കളാണ്. എന്താ കാര്യം? അങ്ങനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം വിവാഹപ്രായമാകുമ്പോൾ പുരുഷന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും. അതോ അവൻ്റെ വാപ്പാക്കും മക്കും ഉണ്ടാവില്ല ആ ദൗർബല്യം. അതുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നത് അവർക്കാണ്. ഓന് ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് കെട്ടിക്കേണ്ടതും പ്രേമിച്ചിട്ടല്ല, കെട്ടേണ്ടതും പ്രേമിച്ചിട്ടല്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ 5 ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. ചുരുങ്ങിയത് 5 ബുദ്ധിമുട്ട് എന്തായാലും. ആ 5 കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടുകയും ചെയ്യും. പ്രണയവിവാഹം ആത്യന്തികമായി പരാജയമാണ് ഉണ്ടാകുക. വിജയം വളരെയധികം പ്രയാസമാണ്. ആത്യന്തികമായി പരാജയമാണ്. പരാജയത്തിൻ്റെ ഒന്നാം കാരണം ഉമ്മാക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും പരാജയപ്പെടും. അതിനിപ്പോൾ എന്ത് കച്ചവടം തുടങ്ങുകയാണെങ്കിലും ശരി, കുവൈത്തേക്ക് പോവുകയാണെങ്കിലും ശരി, എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത പരാജയപ്പെടും. മറ്റൊരു കാര്യം, പ്രണയം വ്യഭിചാരത്തിലല്ലാതെ തുടങ്ങൂല എന്നുള്ളതാണ്. അത് ഞാൻ പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, അതിന് വ്യഭിചാരം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒക്കെ ഞങ്ങൾ നിക്കാഹിൻ്റെ ശേഷം ഉണ്ടാവുള്ളൂ എന്ന് ആദ്യം ദിനം തീരുമാനിച്ചതാണല്ലോ എന്ന് തോന്നും. അത് വ്യഭിചാരം തന്നെ എന്താണെന്ന് അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. അൽ ഐനാന് സിനാഹുമ അന്നദുറു എന്ന ഹദീസിൽ നസ്സാണ്. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാകുന്നു. കാണലും നോക്കലും രണ്ടാണ്. കാണൽ വ്യഭിചാരമല്ല, അതേസമയത്ത് നോക്കൽ വ്യഭിചാരമാണ്. തിങ്കളാഴ്ച 9:35 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അത് കാണലാണ്. ചൊവ്വാഴ്ച വീണ്ടും 9:35 സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അതും കാണലാണ്. ബുധനാഴ്ച വീണ്ടും 9:35 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അതും കാണലാണ്. വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ നോക്കലായി. അൽ ഐനാനി സിനാഹുമ അന്നദുറു. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ്. നേത്ര വ്യഭിചാരത്തിൽ നിന്നല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല. ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല. അതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും. കല്യാണം കഴിക്കേണ്ടത് പ്രേമിച്ചിട്ടല്ല. അതാണ് സംഗതി. അതതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇങ്ങനെ ഒക്കെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നേ ചെയ്യുക. അങ്ങനെ സമയമാകുമ്പോൾ ക്ലാസ് കൊണ്ട് കഴിയുകയും ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ചായ കൊടുക്കാനുള്ളതാണെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം കേട്ടാ. ഒരു യാനബി എല്ലാവരും ചൊല്ലി. യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, കുടുംബജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു പരന്ന് കിടക്കുന്ന ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയ ഒരു ചർച്ചയല്ല. അപ്പോൾ വിശാലാർത്ഥത്തിൽ നമ്മൾ കുടുംബത്തെ കാണുമ്പോൾ ആദ്യം കാണേണ്ടത് വാപ്പ എന്നതിനെയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പിതാവാണ്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവൻ്റെ പിതാവിലേക്കാണ്. മനുഷ്യൻ ഭൂമിയിൽ വരണോ വരണ്ടയോ എന്ന തീരുമാനത്തിൻ്റെ പിന്നിൽ പിതാവാണെന്ന് തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ പടച്ചിരിക്കുന്നു എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതായിട്ട് കാണാം. രണ്ടാമത്തത് ഉമ്മ. ഉമ്മാനെ പിന്നെ നമ്മൾ എപ്പോഴും പറയണതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തത് വാപ്പയും രണ്ടാമത്തത് ഉമ്മയാക്കിയിട്ട് പറഞ്ഞത്. മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ, ഇണകൾ എന്ന് നമ്മൾ പറയും. സൗജ് സൗജത്ത്. സ്വർഗത്ത് പോവാൻ 5 സർട്ടിഫിക്കറ്റ് വേണ്ടി വരും എന്നാണ്. സ്വർഗത്ത് പോവാൻ 5 സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതിലൊന്ന് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റാണ്. 2 ഭാര്യക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടേതുമാണ്. അയ്യുമംറഅത്തിൻ മാതത്ത്
വസൗജുഹാ അന്നാ റാദിൻ ദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചു, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഭർതൃ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ വിജയമാണ്. ഇസ്ലാമിലെ വിവാഹം എന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ തുടങ്ങിയതാണ്. വിവാഹ ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണെന്ന് സൂറത്തു യാസീൻ ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വിവാഹത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എല്ലാവരും ഇണകളാണ്. ഹും വഅസ്വാജും ഫീ ദിലാലിൻ, അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ മരത്തിൻ്റെ താഴ്ഭാഗത്ത് അരീക്കത്ത് എന്ന കട്ടിലിൽ മേൽ ചാരിയിരിക്കും. ഏത് ഭാര്യ ഏത് ഭർത്താവ്? ദുന്യാവത്ത് അതേ ഭാര്യയും ദുന്യാവത്ത് അതേ ഭർത്താവും. അപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവിൽ വെച്ച് ഒരു സ്ത്രീയെ രണ്ട് പുരുഷന്മാർ കല്യാണം കഴിച്ചിരുന്നു എന്ന് വിചാരിക്കുക. ആദ്യം ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു, പിന്നെ അയാൾ മരണപ്പെട്ടു. രണ്ടാമതൊരാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നാളെ സ്വർഗത്തിൽ വരുമ്പോൾ ഏത് ഭർത്താവിൻ്റെ കൂടെയായിരിക്കും ആ സ്ത്രീ ജീവിക്കുക നബിയേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. ഒരു പെണ്ണിനെ ആദ്യ ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മരിച്ചു. പിന്നെ രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ട്. ഇതിൽ ഏത് ഭർത്താവിൻ്റെ കൂടെയാണ് നാളെ സ്വർഗത്തിൽ ഉണ്ടാകുക? സയ്യിദത്തുനാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ, സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയത് ഏത് ഭർത്താവാണോ ആ ഭർത്താവിനെ നീ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുന്നതാണ് ഉമ്മു സലമ. സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയ ആളെ നീ തെരഞ്ഞെടുക്കും. ഈ ഹദീസിൽ രണ്ട് സ്വകാര്യം ഉണ്ട് എന്നാണ്. ഒന്നാമത് സ്വകാര്യം, ദുന്യാവിലെ ഭാര്യ ഭർത്താവ് ഇണകൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മാനദണ്ഡം സൽസ്വഭാവമാണ് എന്ന സ്വകാര്യം അതിലുണ്ട്. രണ്ടാമതായാലും ഒരു സ്വകാര്യം കൂടിയുണ്ട്. ഉമ്മു സലമ ബീവിൻ്റെ രണ്ടാമത്തെ ഭർത്താവ് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് പുണ്യനബിൻ്റെ അത്ര സൽസ്വഭാവം വേറെ ആർക്കും ഏതായാലും ഉണ്ടാവില്ല. അപ്പോ എൻ്റെ പുതിയാപ്പള ഞാൻ തന്നെ ഇക്കാരെന്ന് അതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് അതിലെ രണ്ടാമത്തെ സ്വകാര്യം. അതാണ് ഉമ്മു സലമ ബീവിയുടെ ചോദ്യം. അതന്നെയാണ് സ്വർഗത്തിൽ നിങ്ങളെന്നെ അല്ലേ ഇക്കാരം തന്നെയാണ് ആ ചോദ്യത്തിലുള്ളത്. അത് ഉത്തരത്തിൽ മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തുനബി വഫാത്താവുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ 9 ജീവിക്കുന്ന സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണത്. അന്തിസ്നീനിസ്വാതിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദാ സോഫിയത്തും മൈമുനത്തും വറംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാർ, അവർ ഉമ്മാത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നബി തങ്ങളുടെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റാണത്.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ആയിഷ ബീവിയാണ്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ പ്രായത്താൽ ഏറ്റവും ചെറുതും ആയിഷ ബീവി തന്നെയാണ് റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സഹാബി ചോദിച്ചു, മോനെ എടാ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു, ഇജ്ജ് എടുക്കപ്പോൾ കൊണ്ടുവരണേ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കിട്ടാ നല്ല കുട്ടികളായിട്ട്. ആ അപ്പം ഈ കുട്ടിക്കൊന്ന് കൊടുത്തു നോക്ക്, മോനെ വാ ഉസ്താദിൻ്റെ കുട്ടിക്കൊന്ന് കൊടുത്തു നോക്ക്, ബാക്കി ഇനി നമുക്ക് പിന്നെ ലാസ്റ്റ് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അത് ഈ ബാക്കിൽ നിന്ന് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് കൊടുത്താൽ ബാക്കത്തെ ആൾക്ക് കിട്ടണത് വരേക്കും എല്ലാവരും അതിങ്ങനെ വിതരണം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ബാക്കിൽ നിന്ന് കൊടുത്താൽ അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള സംഗതി കഴിഞ്ഞു, കിട്ടണത് വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടി പോരുമ്പോൾ കിട്ടണവരൊക്കെ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കോളും, മുന്നിലുള്ളവരെ കാണാത്തതുകൊണ്ട് ഓരും നോക്കിക്കോളും. അപ്പോൾ ഇങ്ങനെ വയത് ഇങ്ങനെ ഉഷാറായിട്ട് പറയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗകര്യം. അതിനാണ് ബാക്കിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞത്. നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ വിഷയങ്ങൾ കയറണ്ട, നമുക്ക് പറയുന്ന വിഷയത്തിൽ തന്നെ ഇങ്ങനെ മുഴുവനാക്കുന്നു. അദബിൽ വെച്ച് ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തോടുള്ള അദബാണ് എന്ന് പറയലുണ്ട്. എത്ര മര്യാദയുള്ള സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലും തിന്നാൻ കണ്ട എല്ലാ മര്യാദയും പോകും, അങ്ങനെ ഉണ്ടാകുക. നമ്മൾ വളരെ നല്ലോണം ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 6 റൂട്ട് ബിസ്ക്കറ്റിൻ്റെ ഓരോ പൊട്ടൻ കൊടുത്താൽ മതി, അതോടുകൂടെ എല്ലാം മര്യാദയാണോ. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു പൊതുവായൊരു സ്വഭാവം, അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയൊന്നല്ല കേട്ടോ, പൊതുവായൊരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അത് ബാക്കിൽ നിന്ന് ഇങ്ങനെയാണ് കിട്ടുമ്പോൾ അതൊരു മട്ടത്തിന് അങ്ങനെ കൈ കിട്ടിയവർ പിന്നെ ഏതായാലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ, മറ്റേ മുന്നിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്നാ ഇപ്പം ഇങ്ങനെ കൊടുത്താൽ ബാക്കിക്ക് ഇപ്പോൾ അത് എത്തുക, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. وتذلل بين يديك واستهجرت يا حبيبي عندك الظبي نافور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളെ, അപ്പോൾ കുടുംബജീവിതത്തിൽ ഫസ്റ്റ് കുടുംബജീവിതം നന്നാവാൻ ആദ്യമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് സ്വഭാവം നന്നാവുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും അസ്ല്. ഈ സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ ഞാൻ സൽസ്വഭാവിയാന്ന് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല, മറ്റുള്ളവർ പറയണം അയാൾ സൽസ്വഭാവിയാണ്. ഞാൻ സൽസ്വഭാവിയാന്ന് എനിക്കെന്തായാലും അഭിപ്രായം ഉണ്ടാവും, അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മളെ അഭിപ്രായത്തിൽ ആകെ ഇവിടെ ദുന്യാവിൽ ഒരു സൽസ്വഭാവിയുള്ളൂ നമ്മളേക്കാരാണ്, അങ്ങനെയാണ്. ബാക്കിയുള്ളവരൊക്കെ മോശക്കാരൻ അങ്ങനെയൊക്കെ. അപ്പം നമ്മളെ സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒപ്പിട്ടിട്ട് സെൽഫ് അറ്റസ്റ്റേഷൻ കൊണ്ടൊന്നും പ്രയോജനമില്ല. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ആദ്യം ഒപ്പിടേണ്ടത് ഭാര്യയ്ക്ക് ഭർത്താവ് ഒപ്പിടണം, ഭർത്താവിന് ഭാര്യ ഒപ്പിടണം, പിന്നെ അയൽവാസികൾ ഒപ്പിടണം, അങ്ങനെ പിന്നെ ഉസ്താദ് ഒപ്പിടണം, അങ്ങനെയാണ് ഇടേണ്ടത്. അപ്പം ആദ്യത്തെ ഒപ്പ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് ഇടേണ്ടത്. സ്വഭാവം അവർക്കാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ സ്വർഗത്തിൽ ആരായിരിക്കും ഭർത്താവ് എന്ന് ചോദിച്ചോ പറഞ്ഞു, സ്വഭാവത്താൽ ഏറ്റവും നന്നായ ആളെ നീ തെരഞ്ഞെടുക്കും. എങ്ങനെ സൽസ്വഭാവിയാവുക? സൽസ്വഭാവിയാന്ന് പറഞ്ഞു പോയിട്ട് വരില്ലല്ലോ അല്ലേ, എങ്ങനെയാവുക? മനുഷ്യന് സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ 20 എണ്ണമാണ്. 20 സ്വഭാവമാണ് മനുഷ്യനുള്ളത്. 20 എണ്ണവും നല്ലൽക്കും ഉപയോഗിക്കാൻ പറ്റും, 20 എണ്ണവും കേടെടുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്വഭാവങ്ങൾ 20 എണ്ണമാണ്. നല്ലൽക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ പേര് പറയും, ചീത്തലക്ക് ഉപയോഗിച്ചാൽ അതിന് വേറെ പേര് പറയും. അപ്പം നമ്മളിങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ ഒരു ഫക്കീറായ മനുഷ്യനെ കണ്ടു. അയാൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്തേലും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു ചായക്കായി തരുമോയെന്ന് ചോദിച്ചു.
അപ്പോൾ അങ്ങനെ ആലോചിച്ച് നമ്മളിപ്പോൾ അങ്ങനെ ഒരു 10 റുപ്യ ചായക്ക് കൊടുത്താൽ അയാൾ അതുകൊണ്ട് എന്തെങ്കിലും കള്ളുടിച്ചാലോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചങ്ങാണ്ട് കൊടുക്കാനാവില്ല. പണ്ടും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പിരിക്കണ പലരും കള്ളുടിക്കലാന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കൊടുത്തില്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ബുഖ്ൽ എന്നാണ്, പിശുക്ക്. അതിൻ്റെ പേര് പിഷ്കെന്നാണ്. അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതാണ് വാങ്ങിക്കാണ്ട് അങ്ങനെ കള്ള് ഷാപ്പിക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഒന്നിങ്ങനെ ബാക്കിക്ക് നിൽക്കാം. അല്ലാതെ അങ്ങനെ ആലോചിച്ചുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഓൻ ഈ പൈസ കൊണ്ട് കള്ളുടിച്ചാൽ എന്താ കാട്ടുക എന്നൊക്കെ ആലോചിച്ചിട്ട് അതിന് പിഷ്ക് എന്ന് തന്നെ പേര്. വല്യമ്മക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് 10 റുപ്യം കീശയിൽ വെച്ചിട്ട് അങ്ങാടിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ മനുഷ്യനെ കണ്ടിട്ട് അയാൾ എന്തേലും തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വല്യമ്മാൻ്റെ ഗോരോചനാദിയുടെ പൈസ കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേര് സൂക്ഷ്മത എന്നാണ്. സാധനം രണ്ടും 10 റുപ്യ കൊടുക്കാതിരിക്കലാണ്. ഒന്ന് പിശുക്കാണ്, മറ്റൊന്ന് സൂക്ഷ്മതയാണ്. ഇതാണ് സംഗതി. ഇങ്ങനെ 20 എണ്ണം ഉണ്ട് എന്നാണ്. ആ 20ഉം ക്ലിയർ ആകുമ്പോഴാണ് സൽസ്വഭാവിയാകുക. എന്നാൽ സൽസ്വഭാവിയാകാനുള്ള ഒറ്റമൂലി ഇതാണ്, ഇനി പറയാൻ പോണതാണ്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ മലമ്പ്രദേശത്ത് ആടിനെ വിറ്റുകൊണ്ട് ആടിനെ നോക്കിക്കൊണ്ട് താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു. കുറേ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ ദീന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. മുസ്ലിമായ ആൾ തന്നെയാണ്, സ്വഹാബിയാണ്. പിന്നെന്തിനാ ചോദ്യം എന്ന് ചോദിച്ചാൽ നാട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാനായിരിക്കും ഇസ്ലാം ദീൻ എന്താണെന്ന്. നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പ്രതീക്ഷ മറുപടിയല്ല. കാരണം അത് ഒറ്റ വാക്കിൽ മറുപടി ഒതുങ്ങി അത് പ്രസംഗിക്കാൻ കഴിയൂലല്ലോ. നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കാൻ മാറ്ററാണ് മൂപ്പര് ചോദിക്കണതേ. ഇതെങ്ങനെ പ്രസംഗിക്കുക? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമ്മാ ബഅദ് അദ്ദീനു ഹുസ്നുൽ ഖുലുഖ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രസംഗിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം. ചിരി കൂടെ കാര്യം പോകരുത് കേട്ടോ. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറയണതല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ചിരി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാര്യം എൻ്റെ ഉള്ളിൽ കൂടെ പോകരുത്. കുറേ സമയം രണ്ടാമത് ഇരുന്നിട്ട് പിന്നെ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ മറുപടി തന്നെ പറഞ്ഞു. മൂന്നാമതും ചോദിച്ചു, അപ്പോഴും പഴയ മറുപടി തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹം പോകാൻ വേണ്ടി ഒരുങ്ങി. ഒരുങ്ങിയപ്പോൾ നബി തങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തിരിച്ചു ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പം എനിക്ക് മനസ്സിലായോ? ദീനി എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. സൽസ്വഭാവം എന്താന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലാ തഗ്ളബ് ഹദാ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ അനക്ക് ഈറ പിടിക്കാതിരിക്കണതിന് സൽസ്വഭാവം എന്ന് പറയുന്നു. ഇനി ആലോചിക്കാം, നമുക്ക് ഈറ വരുന്നുണ്ടോ? നമ്മൾ സൽസ്വഭാവികളല്ല. ഈറ വരുന്നില്ലേ? നമ്മൾ സൽസ്വഭാവിയാണ്. മരൻ്റെ അപ്പുറത്തേക്കും ഈ പറഞ്ഞത് ബാധകമാണ്, മരൻ്റെ ഇപ്പുറത്തേക്കും ഈ പറഞ്ഞത് ബാധകമാണ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളുടെ വീടിൻ്റെ മുൻവശത്തു കൂടി ഒരു നദി ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ നദിയിൽ 5 പ്രാവശ്യം ഒരു ദിവസം കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ? സഹാബത്ത് പറഞ്ഞു, അതുണ്ടാവില്ല. എന്നാൽ അതുപോലെയാണ് 5 വക്ത് നിസ്കാരം എന്ന് പറഞ്ഞു. നിസ്കാരവും നമസ്കാരവും ഒന്നല്ല, അത് രണ്ടാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു അഭിവാദ്യമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ വന്നാൽ നീ ചെന്നിട്ട് നമസ്കാരം എന്ന് പറയും. അതൊരു അഭിവാദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞത് അതല്ല. ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ അഫ്ആലുൻ മഖ്സൂസത്തുൻ ബൈന തക്ബീരി വസ്സലാം,
തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയും സലാമിൻ്റെയും ഇടയിലുള്ള ചില പ്രത്യേകമായ വാക്കുകൾ, പ്രവർത്തികൾ, അതിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. എല്ലാ അമ്പിയാക്കൾക്കും ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നിസ്കാരം ഉണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ എന്നെ എന്ന് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുചെന്ന് താമസിപ്പിച്ച് മടങ്ങിപ്പോരുമ്പോൾ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ, ഞാൻ എൻ്റെ ചെറിയ കുട്ടിയെയും എൻ്റെ ഭാര്യയെയും മക്കയിൽ താമസിപ്പിച്ച് മടങ്ങിപ്പോരുന്നത് റബ്ബനാ ലിയുഖീമുസ്സലാഹ്, നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആള് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്നാണ്. നമുക്കൊന്നും നമ്മളാണ് തോനെ യാത്ര നടത്തിയത്. എനിക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നലുണ്ട്. വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ ആ ബോർഡ് ഇങ്ങനെ നോക്കിയിട്ടേ. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര നടത്തിയ ആള് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. യാത്ര ചെയ്ത് നടന്ന് യാത്ര ചെയ്തിട്ട് കാല് തേഞ്ഞു പോയിരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്. ചരിത്രത്തിൻ്റെ ദിശകളെ മാറ്റിമറിച്ച ആളുകളുടെ യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ്. യാത്രയിലൂടെയാണ് ലോകത്തൊരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിത്തീരുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയതിനു ശേഷമാണ് പരിശുദ്ധമായ ദീന് എല്ലായിടത്തും വേഗത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഉന്നതന്മാരുടെ യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സയ്യിദുനാ യാഖൂബ് നബി അലൈഹിസ്സലാം മിസ്റിലേക്ക് യാത്ര ചെയ്തത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്കായിരുന്നു ആ യാത്ര. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതലായി യാത്ര ചെയ്ത ആള് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ യാത്രകളൊക്കെ അത്ഭുതകരമായ യാത്രകളായിരുന്നു. അതിൽപ്പെട്ട ഒരു യാത്രയാണ് മക്കയിലേക്ക് ഹാജറ ബീവിയെയും കൂട്ടിയിട്ടുള്ള യാത്ര. ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാഹ്. ഇന്നി അസ്കന്തു, അല്ലാഹുവേ തീർച്ചയായും ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു, മിൻ ദുർരിയതി, പച്ചപ്പില്ലാത്ത ഒരു മലഞ്ചെരുവിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ഇന്ദ ബൈതിക്കൽ മുഹറം, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്ത്. റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അല്ലാഹുവേ നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ ഓൽക്കാർക്കും ബാങ്ക് ഉണ്ടായിരുന്നില്ല. ബാങ്ക് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് അതിന് നമുക്ക് തീരെ ഒഴിവ് കിട്ടൂല. അങ്ങനെയാണ് നിസ്കരിച്ചാൽ ചെന്നാൽ നമ്മളാരും ബാങ്ക് കൊടുക്കൂല, വേണ്ട അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് മടിയിക്കാനും ഭയങ്കരമായിട്ട് ചില വിവരം നമ്മളെ വല്ലാതെ സ്വീപ്പാക്കും. അതിൽ പെട്ടതാണ് ബാങ്ക് സുന്നത്താണ് എന്നുള്ള വിവരം. പൊന്നാനിയിൽ മൗനത്തുൽ ഇസ്ലാം സഭ എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. പുതുവിശ്വാസികൾ ഇസ്ലാം സ്വീകരിക്കുകയും പുതുവിശ്വാസികൾ ഇസ്ലാം പഠിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് മൗനത്തുൽ ഇസ്ലാം സഭ. അങ്ങനെ കോഴിക്കോട് ഒരു സ്ഥാപനമുണ്ട്, തർബിയത്തുൽ ഇസ്ലാം സഭ എന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് സ്ഥാപനത്തിൽ ചെന്നാലും ബാങ്ക് കൊടുക്കാതെ നിസ്കരിക്കണം ആരും കാണൂല. എല്ലാവരും ബാങ്ക് കൊടുത്തിട്ട് ഇക്കാമത്തും കൊടുത്തിട്ടാണ് അല്ലാഹു അക്ബർ നിസ്കരിക്കുക. നമ്മളെ പള്ളിക്ക് ചെന്നാൽ ബാങ്ക് ഇക്കാമത്തുമില്ല നിസ്കരിക്കുന്ന ആൾക്കാരെ കാണും. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഓൽക്കത് സുന്നത്താന്ന് അറിയില്ല. എവിടെ? പൊന്നാനിയിലും തർബിയത്തിലുള്ള പുതുവിശ്വാസികൾക്ക് ഇത് സുന്നത്താന്നറിയില്ല. ഞമ്മക്കത് സുന്നത്താണെന്ന് അറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കൊടുക്കാത്തതിൻ്റെ കാരണം. ചില വിവരം നമുക്ക് തോന്നും ഭയങ്കര ഉപകാരമുള്ള വിവരമാണെന്ന്, ചില വിവരം ഭയങ്കര ഉപദ്രവം ചെയ്യും. അതിൽപ്പെട്ടതാണത്. അപ്പോൾ ഈ ഉമ്മത്തിന് മാത്രമല്ല നിസ്കാരം മറ്റു ഉമ്മത്തികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെയുള്ള 5 വക്ത് നിസ്കാരം ഇക്കൊള്ളണമെന്നില്ല കേട്ടോ. പലർക്കും പല നിസ്കാരമാണ്. 1 റക്അത്ത്, 2 റക്അത്ത്, 1 നിസ്കാരം, 2 നിസ്കാരം, അങ്ങനെയൊക്കെ പല നിസ്കാരങ്ങളുമാണ്. എന്തായാലും ഒറ്റ ഉമ്മത്തിനും ബാങ്കില്ല. എന്താ കാരണം ബാങ്കില്ലാതിരിക്കാൻ?
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മാത്രമേ ഭൂമിയിൽ ഉറക്കെ വിളിച്ചു പറയണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നതാണ് അതിൻ്റെ കാരണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്തിന് ബാങ്കുണ്ടായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയേണ്ടി വരുമായിരുന്നു. അള്ളാഹു അങ്ങനെ ഒരാളുടെ പേര് വിളിച്ചു പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാളുടെ പേര് മാത്രം വിളിച്ചു പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ പേരിനെ പറയൽ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് മാത്രമാണ് ബാങ്ക് ഉള്ളത്. അതുകൊണ്ട് ആരും ബാങ്ക് കൊടുക്കാതെ ഫർദ് നിസ്കരിക്കരുത്. ബാങ്ക് ഇക്കാമത്തും കൊടുക്കണം, സ്ത്രീകൾ ഇക്കാമത്ത് മാത്രം കൊടുക്കണം, പുരുഷന്മാർ ബാങ്ക് ഇക്കാമത്തും കൊടുക്കണം, ഫർദ് നിസ്കരിക്കണമ്പോൾ വളരെ ശക്തമായ സുന്നത്താണ് ഫർദ് നിസ്കാരങ്ങൾക്ക് ബാങ്ക് ഇക്കാമത്ത്. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും കൂട്ടമായി നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് ഇക്കാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കാവൂ. വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലും പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള ശബ്ദമാകുന്നു ബാങ്കിൻ്റെ ശബ്ദം. ശൈത്താൻ ഏറ്റവും ദേഷ്യമാണെന്നാണ്. നാളെ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൻ്റെ അടിമകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ചില ആളുകളുടെ തല ഉയരത്തിൽ കാണപ്പെടുന്നതാണെന്നും അവർ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ചവരായിരിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ മനുഷ്യന്മാർക്കും അടയാളം ഉണ്ടാവുന്നതാണ്. നിസ്കരിച്ചവന് അടയാളമുണ്ട്, നിസ്കരിച്ചാത്തവന് അടയാളമുണ്ട്. മുസ്ലിമിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, മുസ്ലിം അല്ലാത്തവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, മുനാഫിഖിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ബിദഅത്തുകാരൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, കള്ളുടിയൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, ചീട്ടളിക്കാരൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, വ്യഭിചാരിയുടെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം. എല്ലാവർക്കും അടയാളമുണ്ട്. ദുനിയാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളമുണ്ട്. ദുനിയാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളമുണ്ട്. ഒതുണ്ടാക്കുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഇന്ന ഉമ്മത്തി യുദൗന യൗമൽ ഖിയാമത്തി ഗുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂഇ ഹബീബുനാ റസൂലുള്ളാഹി. എൻ്റെ ഉമ്മത്ത് നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് വിളിക്കപ്പെടും. മിൻ ആസാരിൽ വുളൂഇ, വുളൂഇൻ്റെ അടയാളം, വുളൂഇൻ്റെ വെള്ളം തട്ടിയ കാരണത്താൽ, വുളൂഇൻ്റെ അസറുള്ളതിനാൽ മുഖവും കൈകാലുകളും വെളുത്തവരായിരിക്കും. വെളുക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ് അർത്ഥം. മുഖത്തും കയ്യുമ്മയും കാലുമൊക്കെ പ്രത്യേകമായ ഒരു ലൈറ്റ് ഉണ്ടാവും ഒതുണ്ടാക്കിയ ആൾക്കാർ വരുമ്പോൾ എന്നാണ് മഹ്ശറയിൽ. അങ്ങനെ എല്ലാവർക്കും അടയാളം ഉണ്ടാവുന്നതാണ്. പലിശക്കാരൻ വരുമ്പോൾ അവൻ്റെ വയറ് വീർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത തരത്തിലായിരിക്കും വരിക. വട്ടിപ്പലിശ എന്നുള്ള പേരായിന്ന് വന്നതാണ്. മഹ്ശറയിൽ വരുമ്പോൾ പള്ള വീർത്തുങ്ങാണ്ടാണ് വരിക. ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്. കുറുക്കളൊക്കെ ഉള്ളവൻ വരുമ്പോൾ ഈ കരം വരിക എന്നാണ്. നീച്ചുമ്പോൾ തന്നെ ഒരു സൈഡിക്ക് മാറി, അപ്പോൾ തന്നെ മറ്റേ സൈഡിക്ക് മാറി, അങ്ങനെ വയറ് താങ്ങിയ പന്താത്ത അങ്ങനെ ഈ കരം. എല്ലാവർക്കും അടയാളം ഉണ്ടാവും. സക്കാത്ത് കൊടുക്കാത്തവൻ മഹ്ശറയിൽ വരുമ്പോൾ കഴുത്തിൽ ചങ്ങലകൾ തൂക്കിയിട്ടുണ്ടാവും. ആ ചങ്ങലയുടെ ഭാരവുമായി അവന് നടക്കാൻ കഴിയാതെ വരും. വ്യഭിചാരിയായ ആള് മഹ്ശറയിൽ വരുമ്പോൾ ഗുഹ്യത്തിലൂടെ ഒരു ചലമൊലിച്ചു കൊണ്ടിരിക്കുമെന്നും നരകത്തിൽ അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാ മനുഷ്യന്മാർക്കും അടയാളമുണ്ട്. നല്ലവർക്കും അടയാളമുണ്ട്, ആകാത്തവർക്കും അടയാളമുണ്ട്. വാക്കും പ്രവൃത്തിയും ഒരുപോലെയാകാത്ത മനുഷ്യൻ ഖിയാമത്ത് നാളിൽ വരും, അടയാളം ഉണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കും അടയാളം ഉണ്ടാവും. അപ്പോൾ ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നിസ്കാരത്തിന്, ഫർദ് നിസ്കാരത്തിന്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മുഅ്മിനിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഫർഖു ബൈനൽ കാഫിരി വൽ മുഅ്മിനി തർക്കുസ്സലാ. മുഅ്മിനിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാകുന്നു. അതുകൊണ്ട് ഒരാൾ മുഅ്മിനാണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്
നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മതയുണ്ടായിരിക്കണം. ലോകത്തെ എല്ലാ വസ്തുക്കളും നിസ്കരിക്കുന്നതാണ്. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുജൂദാണ്. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുജൂദാണ്. ലോകത്തെ എല്ലാ വസ്തുക്കളും സുജൂദിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. വന്നജ്മു നക്ഷത്രങ്ങളും വശ്ശജറു മരങ്ങളും യസ്ജുദാൻ അവകൾ സുജൂദ് ചെയ്യുന്നു. നമ്മൾ ദിവസത്തിൽ 5 നേരാണ് സുജൂദ്, മരം 24 മണിക്കൂറാണ് സുജൂദ്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പരിശുദ്ധമായ ഹദീസിൽ ധാരാളം സ്ഥലങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. വലൈക്കും സലാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫറള് നിസ്കാരം നിർബന്ധമാകുന്നതിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കാരം നിർബന്ധമായിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഫറള് നിസ്കാരം നിർബന്ധമാകുന്നത് നുബുവത്തിൻ്റെ 2-ാം വർഷമാണ്. എന്നാൽ അതിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട്. ആദ്യം ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മിയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യം ഇറങ്ങിയത് അതാണ്. പിന്നെ ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന ആയത്താണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ. പിന്നെ ഇറങ്ങിയത് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. ഇതാണ് 3-ാമത് ഇറങ്ങിയ ആയത്ത്. ആ ആയത്തിൽ നിസ്കരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അത് ഫർദ് നിസ്കാരമല്ല. പിന്നെ ഏത് നിസ്കാരം? രാത്രി എഴുന്നേറ്റ് നിന്നിട്ട് നിസ്കരിക്കാനാണ് പറയുന്നത്. തഹജ്ജുദ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. നമുക്ക് സുന്നത്താണ്. നമുക്കില്ലാത്ത ഒരുപാട് പ്രത്യേകത നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞമ്മക്കില്ലാത്ത നബിതങ്ങൾക്കുള്ള പ്രത്യേകതയിൽ ആകെ നമുക്ക് അറിയണത് ഒരു പ്രത്യേകതയുള്ളൂ. നമുക്ക് 4 പെണ്ണേ കെട്ടാൻ പറ്റുള്ളൂ, നബിതങ്ങൾക്ക് 9 പെണ്ണ് കെട്ടാന്നുള്ളത് മാത്രമേ നമുക്കറിയാം. അത് മാത്രമൊന്നല്ല, ഞമ്മക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണ്, നബിതങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല. ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബിതങ്ങൾക്ക് തഹജ്ജുദ് അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് ഈ ആയത്ത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല, രാത്രി നിങ്ങൾ എഴുന്നേൽക്കുക. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. 2 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാനും മറ്റൊന്ന് ഖുർആൻ പാരായണം ചെയ്യാനും. അപ്പോൾ നബിതങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നബിതങ്ങളുടെ വേറൊരു പ്രത്യേകതയാണ്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ വേണ്ടാന്ന് തോന്നിയാലും ത്വലാഖ് എല്ലാം പാടില്ല എന്നാണ്. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അജാൻ്റെ അടുക്ക് വയ്ക്കുക 3 പിരിച്ചു എന്ന് പറയാം. നബിതങ്ങൾക്ക് ഭാര്യയെ ത്വലാഖ് എല്ലാം പാടില്ല. പറയണത് എന്താ വെച്ചാൽ നമുക്ക് ആകെ ഒരു പ്രത്യേകത അറിയുള്ളൂ എന്നുള്ള, അങ്ങനെയല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ടൊരു പ്രത്യേകതയാണ് എല്ലാവർക്കും 4 ആവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 കല്യാണം പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തേ ഉള്ളൂ. റമദാന് തഹജ്ജുദ് നിസ്കാരം തുടങ്ങാൻ പറ്റിയ മാസമാണ്. കാരണം എന്തായാലും നമ്മൾ സുബഹിൻ്റെ മുമ്പ് നീച്ചുമല്ലോ, എന്തായാലും സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കും. തഹജ്ജുദ് നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ റമദാനിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ്. പിന്നെ പെരുന്നാൾ മാസം കണ്ടുകൊണ്ട് നിർത്തരുത് എന്ന് മാത്രം. പിന്നെ അങ്ങനെ ജീവിതാന്ത്യം വരെ തുടർന്ന് പോകണം.
ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണം, എന്നാലേ നമുക്കൊരു ആയുസ്സിലെ ഒരു കൊല്ലം മുതലാവുള്ളൂ എന്നാണ്. നമ്മൾ ദീർഘായുസ്സിന് തോരക്കുമല്ല, പടച്ചോനെ ദീർഘായുസ് തരണേ, ആഫിയത്ത് തരണേ, സിഹത്ത് തരണേ, സലാമത്ത് തരണേ, വണ്ടിൻ്റെ ചോട്ട് പെടുത്തരുതേ, റോട്ടുമ്മ അരക്കരുതേ എന്നൊക്കെ നമ്മളിങ്ങനെ തോരക്കും പടച്ചോനോട്. സംഗതി റോഡുമ്മ അരഞ്ഞാൽ ഷഹീദിൻ്റെ കൂലിട്ടും, വണ്ടിൻ്റെ ചോട്ട് വെട്ടാൽ ഷഹീദിൻ്റെ കൂലിട്ടും, വെള്ളത്തിൽ കൂടി ഒലിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലിട്ടും, പ്രസവത്തിൽ മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിട്ടും, മേത്തു കൂടെ മരം വീണാൽ ഷഹീദിൻ്റെ കൂലിട്ടും, പാമ്പടിച്ച് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിട്ടും. പക്ഷെ നമ്മൾ ദ്വാരക്കുന്നത് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ദ്വാരക്കണത്. അള്ളാഹുവേ ദീർഘായുസ് തരണേ, ആഫിയത്ത് തരണേ, സിഹത്ത് തരണേ, സലാമത്ത് തരണേ. നമ്മളെല്ലാവരും ദ്വാരക്കും, ദ്വാരക്കേണ്ട തന്നെയാണ്. അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും സലാമത്തും തരട്ടെ. എന്തിനാ ദ്വാരക്കണെന്ന് നിങ്ങൾ? ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ കടന്നാൽ ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും സബ്റും തവക്കുലും വർദ്ധിക്കണം. 70 വയസ്സുള്ള ആൾക്കും 71 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ. 50 വയസ്സുള്ള ആൾക്കും 48 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ ഉണ്ടായാൽ പോരാ. ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ താമസിച്ചാൽ ഒരു കൊല്ലത്തെ ഏറുള്ള തഖ്വയും വേണം, ഒരു കൊല്ലം ഏറുള്ള ഈമാൻ വേണം, ഒരു കൊല്ലം ഏറുള്ള തവക്കുല് വേണം, ഒരു കൊല്ലം ഏറുള്ള സബ്റ് വേണം. ഇതുണ്ടായാലേ ഒരു കൊല്ലം മുതലായതുള്ളൂ. കഴിഞ്ഞല്ലോ റമദാൻ്റെ തുടക്കത്തിൽ വന്നുങ്ങാണ്ട് ആ മുസാഫിന് മറിച്ചുങ്ങാണ്ട് തുടങ്ങി ഒരു 4 പേജ്. ഇക്കൊല്ലം റമദാൻ ഒന്നിന് വന്നുങ്ങാണ്ട് മുസാഫ് മറിച്ചുങ്ങാണ്ട് തുടങ്ങി 4 പേജ്. കഴിഞ്ഞൊല്ലം 4 പേജ് തന്നെയാണ്, ഇക്കൊല്ലം 4 പേജ് തന്നെയാണെങ്കിൽ ഒരു കൊല്ലം വെറുതെ ഇവിടെ ചാടിക്കളിച്ച് നടന്നതിന് ഒരു കാര്യമില്ലാതായി. എത്രങ്ങാനും ബിരിയാണിയാണ് തിന്നുകാണ്ട് കക്കൂസ് കൊണ്ടുപോയിട്ടത്, ഒരു ഉപകാരമില്ലാതാവും. ഒരു കൊല്ലം ജീവിച്ചതിന് കാര്യം ഉണ്ടാണെങ്കിൽ കഴിഞ്ഞ കൊല്ലമില്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റക്കൊല്ലം വേണം. തഹജ്ജുദ് തഹജ്ജുദ് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും പറ്റിയ മാസം റമദാൻ. കാരണം എന്തായാലും നമ്മൾ സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കും. പിന്നെ ചില ആൾക്കാർ പറയും, ഞാൻ അത്തായൊന്നും കഴിക്കലില്ല, ഞാൻ രാത്രി എന്തെങ്കിലും തിന്നുങ്ങാണ്ട് കടന്നാൽ പിന്നെ അത്തായത്തിനൊന്നും നീച്ചൂല, അങ്ങനെ നോൻപൊലിക്കലാണെന്ന്. മൂപ്പര് ചില വലിയ സംഭവമാണെന്നാണ്. നോമ്പിൻ്റെ ഏറ്റവും മുഅക്കദായ ഒരു സുന്നത്താണ് അത്തായം കഴിക്കൽ. അത് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ എന്താ അപ്പം അതിൻ്റെ അർത്ഥം? റമദാനിലെ നോമ്പിൻ്റെ ഏറ്റവും മുഅക്കദായ ഒരു സുന്നത്താണ് അത്തായം കഴിക്കുക എന്ന് പറയണത്. അത് ചെയ്യണില്ല എന്നാണ് പോൻ ഈ പറയണതിൻ്റെ കഴിക്കലില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതിനൊരു നിലവാരമില്ല. രാത്രി പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം എഴുന്നേൽക്കണം, അത്തായം കഴിക്കണം. അതിൻ്റെ ഒപ്പം 2 റക്അത്ത് ഒന്നാണ്ട് ഒതുണ്ടാക്കിയാൽ ഏതായാലും മൂത്രയിക്കും, കയ്യും കാലും കെക്കും. അതിൻ്റെ ഒപ്പം മോറൊന്ന് കഴുകി തല ഒന്ന് തോണ്ടിയാൽ ഒതുവായി. മുഖം ഏതായാലും കഴുകുമല്ലോ, കയ്യും ഏതായാലും കഴുകും, കാലും കഴുകും, മൂത്രയിക്കലും നടക്കും. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? ഒന്ന് വെള്ളമാക്കിയാണ്ട് തലമ്മ ഒന്ന് തോണ്ടൽ മാത്രമാണ് ഫർദിൽ ബാക്കിയുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ ഒതുവായി. ഒരു 2 റക്അത്ത് തഹജ്ജുദിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മുത്ലഖായ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചങ്ങാണ്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദിലെ ഏറ്റവും ചുരുങ്ങിയതായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് വലിയ അംഗീകാരമുണ്ടാകുമെന്നാണ്. ഓൻ്റെ മക്കൾ ഓൻ പറഞ്ഞാൽ കേൾക്കും, നാട്ടുകാർ ഓൻ പറഞ്ഞാൽ കേൾക്കും. പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ മൊല്ലാക്കാരുണ്ടാവും, പള്ളിക്ക് വാങ്ങിക്കൊടുക്കണേ മൊല്ലാക്കാരുണ്ടാവും. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മൊല്ലാക്ക പെരേന്ന് ആ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നുണ്ട് അവിടെ ഇല്ലല്ലോ, ഇല്ലയെന്ന് വിചാരിക്കണം. എവിടുന്നോ ഒരു സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അവിടെ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടോ? എനിക്ക് ഒന്നുമില്ലല്ലോ, ഇല്ല, ആയിക്കോട്ടെ. പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ബാങ്ക് കൊടുക്കാനും പള്ളിയിൽ മല്ലാക്കാരുണ്ടാവും, ഇമാമുക്കാനൊക്കെ മല്ലാക്കാരുണ്ടാവും. അസരംസ്കാരം കഴിഞ്ഞിട്ട് മൊല്ലാക്ക പള്ളിക്കന്ന് കൊണ്ട് ഇറങ്ങിയാൽ, വടിയൊക്കെ കുത്തിയിട്ടുണ്ട് ഇറങ്ങിയാൽ പീഡിയക്കൊലയുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മൊല്ലാക്ക വരുന്നുണ്ട് അറിഞ്ഞ് നീച്ചിക്കും. ഇന്നിപ്പോൾ മൊല്ലാക്കെല്ലാം മോലിയർ വന്നാലും തങ്ങൾപ്പാപ്പ വന്നാലും നീച്ചൂല. എന്ത് കാര്യം? മൊല്ലാക്ക വരുമ്പോൾ നീച്ചാൻ തോന്നണതിൻ്റെ കാരണം മൊല്ലാക്കാക്ക് 2 ഗുണങ്ങളുണ്ടായിരുന്നു എന്നതാണ്. ഒന്ന്, മൊല്ലാക്ക ഒഴിവുള്ള നേരം മുഴുവൻ ഖുർആൻ ഓതും. 2, മൊല്ലാക്ക രാത്രി സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും.
രണ്ട് ഗുണങ്ങളുള്ളവനെ എല്ലാവരും അംഗീകരിക്കും. ഖുർആൻ ഓതുന്ന ആളെ നാട്ടുകാരും അംഗീകരിക്കും, അവൻ്റെ മക്കളും അംഗീകരിക്കും. നാട്ടുകാർ അംഗീകരിച്ചില്ല നിൽക്കുക, അവനെ മക്കളെ ഏതായാലും നമ്മൾ പറഞ്ഞാൽ കേൾക്കണമല്ലോ. രണ്ട് ഗുണം വേണം, എന്നാലേ മക്കൾ പറഞ്ഞാൽ കേൾക്കുള്ളൂ. തഹജ്ജുദ് നിസ്കരിക്കുന്നവന് വലിയ അംഗീകാരമായിരിക്കും, ഖുർആൻ ഓതുന്നവനും വലിയ അംഗീകാരമായിരിക്കും. അംഗീകാരത്തെ നിയ്യത്ത് ചെയ്തെങ്ങാണ്ട് ഖുർആൻ ഓതും തഹജ്ജുദ് നിസ്കരിക്കും ചെയ്യരുത്. അതതിൻ്റെ കൂടെ വരും എന്നുള്ളതേ മനസ്സിലാക്കേണ്ടുള്ളൂ. അതായത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോൽമ്പ് ഒരുക്കരുത്. നോൽമ്പ് വെച്ചാൽ കൊളസ്ട്രോൾ കുറഞ്ഞോളും, അത് വേറൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വയത് പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ പത്രം എടുത്ത് നോക്കിയാൽ എല്ലാ രാമനും എല്ലാ കോരനും ഒക്കെ നോമ്പാണ് എന്നാണ് പേപ്പറിൽ വന്നത്. രാമന് നോമ്പൊരുക്കാൻ കഴിയില്ല, കോരന് നോമ്പൊരുക്കാൻ കഴിയില്ല, ചാത്തന് നോമ്പൊരുക്കാൻ കഴിയില്ല, ഗോപാലിന് നോമ്പൊരുക്കാൻ കഴിയില്ല. എന്തേ കാരണം? നോമ്പിന് നിയ്യത്ത് ഫർളാണ്. നിയ്യത്ത് മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ സ്വഹിയാവുകയുള്ളൂ. നിയ്യത്തില്ലാതെ സ്വഹിയാവുന്ന ഒരു കാര്യമുള്ളൂ, മയ്യത്ത് കുളിപ്പിക്കൽ. അതിന് നിയ്യത്ത് നിർബന്ധമല്ല, അതാര് കുളിപ്പിച്ചാലും സ്വഹിയാവും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിയ്യത്ത് വേണം. അതുകൊണ്ട് നിയ്യത്ത് മുഅ്മിനിൽ നിന്ന് മാത്രമാണ് സ്വഹിയാവുക. മുഅ്മിനായ മനുഷ്യന് മാത്രമേ നോമ്പ് വെൽക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വ്രതമനുഷ്ഠിക്കാൻ കഴിയും, വ്രതമനുഷ്ഠിക്കാൻ കഴിയും. നോമ്പ് വെൽക്കാൻ സൗമ് എന്ന അറബിയിൽ പറയുന്ന നോമ്പ് വെൽക്കാൻ മുഅ്മിനായ ആൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതിനെന്ത് വേണം? നിയ്യത്ത് കറക്റ്റായിരിക്കണം. എന്താ നിയ്യത്ത്? പടച്ചോനെ എൻ്റെ തൃപ്തിക്ക് വേണ്ടി. നമ്മൾ രാത്രി എന്തേ പറഞ്ഞത്? തറാവീഹ് കഴിഞ്ഞിട്ട് ഉസ്താദ് ചൊല്ലി തന്നപ്പോൾ നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫറളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്നാണ്. അല്ലാതെ ലി കൊളസ്ട്രോൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. കൊളസ്ട്രോൾ പറയാനെന്നല്ല നമ്മൾ പറഞ്ഞതേ, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്നാണ് പറഞ്ഞത്. കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോമ്പ് വെൽക്കാൻ കരുതിയെന്നല്ലല്ലോ ഉസ്താദ് രാത്രി തറാവീഹ് കൊണ്ട് ചൊല്ലി തന്നത്. അപ്പോൾ ആ ചൊല്ലി തന്ന മാതിരി തന്നെ നിൽക്കണം. ഇപ്പം എന്താ സംഭവിച്ചാൽ ആഖിറത്തിൻ്റെ കാര്യമൊക്കെ ദുന്യാവിൻ്റെതായി കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാവും എന്നുള്ളതാണ്. നിസ്കരിച്ചാൽ, ഒരാൾ നിസ്കരിച്ചാൽ ഓന് ആരോഗ്യപരമായി വലിയ പുരോഗതി ഉണ്ടാവും എന്ന് ഒരാൾ വയത് പറഞ്ഞാൽ സുബഹിക്ക് ഇഷ്ടം പോലെ ആളുണ്ടാവും പള്ളിയിൽ. കാരണം ആരോഗ്യമൊക്കെ ഒന്ന് കയറാം, എന്നാൽ പിന്നെ നിസ്കരിച്ച് കളയാന്നാണ്. സുബഹിക്ക് കൃത്യമായിട്ട് പള്ളിക്ക് വന്നാൽ സിറാത്ത് പാലത്തുമ്പോൾ കൂടെ മിന്നറിയുന്ന വേഗത്തിൽ മണ്ടാന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ വഴിച്ചുണ്ടായിക്കോളും, അതിനൊന്നും ഇപ്പോൾ പോകാനാവില്ല എന്നാണ്. ആരോഗ്യം ക്ലിയർ ആവുമെങ്കിൽ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് സുബഹിക്കൊന്ന് പള്ളിക്കോ പോയി നോക്കാം. ഇതാണ് നമ്മളൊരു നിലപാട്. ഒരു മൗലവി ഇങ്ങനെ വയലുകാരാണെന്ന് വിചാരിക്കുക, റമദാൻ മാസവും ആരോഗ്യശാസ്ത്രവും. വേറൊരു മൗലവി വയലുകാരാണ് റമദാൻ മാസവും റയ്യാൻ വാതിലും, സ്വർഗത്തിൻ്റെ വാതിലാണ് റയ്യാൻ, റമദാൻ മാസവും റയ്യാൻ വാതിലും. രണ്ടും രാവിലെ 10 മണിക്ക് തന്നെ എന്ന് വിചാരിച്ചോളി, രണ്ടും നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ എന്ന് വിചാരിച്ചോളി. എന്നാൽ നമ്മൾ ഏതിനേ പോവുള്ളൂ? റമദാൻ മാസവും ആരോഗ്യശാസ്ത്രവും. അതൊന്ന് കേട്ട് കളയാം. എന്നാൽ നമ്മളെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ, ആരോഗ്യമൊക്കെ ഒന്ന് ഉഷാറായെങ്കിലോ എന്നാണ്. നമ്മളെ നിസ്കാരം നോരുമ്പോൾ ഒക്കെ ഈ കോലത്തിലായി. നമ്മളെ നിസ്കാരവും നോമ്പും പരിപാടികളൊക്കെ ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട്. ഹജ്ജ് പിന്നെ എടുക്കാനില്ല. ഹജ്ജിനിപ്പോൾ നമ്മൾ പോകുക എപ്പോഴാണെന്ന് വെച്ചാൽ കല്യാണ നിശ്ചയത്തിന് ചെന്നോർത്തുന്ന ആൾക്കാരൊക്കെ ആചാര്യേന്ന് വിളി തുടങ്ങണം. അങ്ങനെ ഒരു 5-6 വിളിന് കേൾക്കുമ്പോൾ ഇഞ്ഞും പോയില്ലെങ്കിൽ സ്വീപ്പല്ലേ എന്ന് തോന്നിയിട്ടാണ് അപേക്ഷ കൊടുക്കൽ. അപേക്ഷ കൊടുക്കാൻ ആകെ 300 റുപ്യേൻ്റെ ചിലവേ ഉള്ളൂ. അത് നമ്മൾ ആലോചിക്കൂല. അതൊക്കെ ഇപ്പോൾ തൗഫീക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ പോകാമെന്നാണ് നമ്മൾ വിചാരിക്കണത്. തൗഫീക്ക് ഉണ്ടായിട്ട് നീയത്ത് വെക്കലുണ്ടാവില്ല. നീയത്ത് വെച്ചിട്ട് തൗഫീക്ക് ഉണ്ടായാലേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഒരാൾക്ക് തൗഫീക്ക് വന്നിട്ട് നീയത്ത് വെക്കൂല. നീയത്ത് വെച്ചാൽ തൗഫീക്ക് വരികയാണ് ചെയ്യുക. നീയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. തവസ്താദ് പാടിയതാണ്. അള്ളാഹു അവരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഇത്ര ഉഷാറായിട്ട് ആരാ പറഞ്ഞുതരാം? തൗഫീക്ക് പിന്നിന്ന് തള്ളണതാണ്, മുന്നിൽ വന്നിട്ട് കയറിട്ട് വലിച്ചു കൊണ്ടുപോകില്ല. അപ്പം നീയത്ത് ആദ്യം വരണം. ചെയ്യണമെന്ന് കരുതിയാലേ തൗഫീക്ക് വരുള്ളൂ.
ചെയ്യണമെന്ന് കരുതാത്ത ഒരു വിഷയത്തിനും തൗഫീക്ക് വരില്ല. കാത്തുക്കേ വേണ്ട, മൂപ്പര് ആ വണ്ടി കയറൂല. മൂപ്പര് തൗഫീക്ക വണ്ടിയിൽ ഇങ്ങോട്ട് കയറണമെങ്കിൽ ആദ്യം നമ്മൾ ആ വിഷയത്തിന് നീയത്താണ് വെക്കണം. ഇപ്പം ഞാൻ തഹജ്ജുദിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊക്കെ കൊണ്ട് തൗഫീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ തോന്നും. നീയത്താണ് വെച്ചാൽ തൗഫീക്ക് അതിൻ്റെ പിന്നാലോട്ട് വരും എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ആയിക്കോട്ടെ, ഈ റമദാനിൽ തഹജ്ജുദാണ് തുടങ്ങാം എന്നാണ് തീരുമാനിച്ചാൽ തൗഫീക്ക് അതാ വരുന്നു. ജീവിതത്തിന് വലിയ